ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോഴും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ജനനായക റീമേക്ക് ആണോ അല്ലയോ എന്ന്. ഞാൻ പോലും 3-4 വീഡിയോ അതിനെപ്പറ്റി കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷനും ഞാൻ ട്രെയിലറിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങളും ഇതിനകത്തോടെ പറയാം. സിനിമയുടെ ഫസ്റ്റ് റിവ്യൂവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റിയും പറയാം. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എടാ, വരുന്ന 21-ാം തീയതി ആ കേസ് നീട്ടി വെച്ചേക്കണം, നിങ്ങൾക്കും അറിയാലോ. അതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ആ സെൻസർ ബോർഡിന്റെ കാര്യങ്ങൾ മൊത്തം കേട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ സിനിമ ഇത്രയും വൈകിയതുകൊണ്ട് അന്ന് തന്നെ വേണമെങ്കിലും പറയാം. സിനിമ ഈ മാസം 23-ന് റിലീസ് ചെയ്യുന്ന ഒരു റൂമർ കറങ്ങടപ്പുണ്ട്. നമുക്ക് 21-ാം തീയതി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എടാ, സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കോടെയൊക്കെ റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ. എടാ, അടുത്ത മാസം മറ്റാണ് ഇലക്ഷന്റെ ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സിനിമ അതിന് മുമ്പേ റിലീസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. സിനിമയുടെ കൂടെ കൊണ്ട് ക്ലാഷ് വെച്ചവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മിക്സഡ് റിവ്യൂ ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുൻകൂട്ടി അവന്മാർ കണ്ടുകൊണ്ടായിരിക്കും ജനനായകനെ പോസ്റ്റ് പോണ്ട് ജയിച്ചത്. പുള്ളിയുടെ ഒരു സിനിമ വരെ നിങ്ങൾക്ക് ഇത്രയും പേടിയാണോടാ? അണ്ണന്റെ പവർ എന്താണെന്നാണ് ഇലക്ഷനെ കാണിച്ചു തരും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്സിലോട്ട് പോകാം. അതിലൊന്നാമത്തെ കാര്യം, ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ജനനായകൻ ഒരു റീമേക്ക് സിനിമയാണെന്ന്. ഇതുവരെ വന്ന അപ്ഡേറ്റുകളിലായാലും ട്രെയിലറിലായാലും അങ്ങനെ തോന്നത്തുള്ളൂ. അവിടെ വെറും ഒരു ഭഗവത് കേസിന്റെ റീമേക്ക് ആണെങ്കിൽ വെച്ചോ. അങ്ങനെ ആണെങ്കിൽ കേസ് 21-ാം തീയതി വരെ എങ്ങനെ നീണ്ടുകൂടാ? പൊളിറ്റിക്സിനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ദിവസമൊക്കെ കട്ട് ചെയ്യിച്ചിട്ട് അവർക്ക് സിനിമ കൊടുത്താൽ പോരെ, എന്തിനിങ്ങനെ വരെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നത്? അതിനകത്തൊന്നും നമുക്ക് മനസ്സിലായിക്കൂടാ, അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഞാൻ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ പറയാന്ന് പറഞ്ഞില്ല. അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. സിനിമ മൊത്തത്തിൽ ഒരു റീമേക്ക് അല്ല, കേസിൽ നിന്ന് ഒരു 10% മാത്രമേ എടുത്തിട്ടുള്ളൂന്നാ. അതിനർത്ഥം എന്താടാ? അതിനകത്ത് വേറെന്തൊക്കെയോ ഇല്ലേ? ഞാൻ ഇത് തള്ളി കയറ്റിയൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യം ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്തേക്കാം. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഭഗവത് കേസിൽ എന്ന് പറഞ്ഞ് തന്നിട്ട് പുള്ളി ബിരിയാണി പോലെ എന്തൊക്കെയോ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുക. ട്രെയിലറിനകത്ത് കേസരി വന്ന അപ്ഡേറ്റിനകത്ത് മൊത്തം കേസരി അമ്മ കുത്തി ഇറച്ചേക്കുന്നത്. നിങ്ങളിൽ പലരും ഇപ്പൊ കേസരിയൊക്കെ കണ്ടു കഴിഞ്ഞാണ്. അതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കാനും മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അതിൽ നമുക്ക് മനസ്സിലാക്കല്ലോ സിനിമയ്ക്കകത്ത് എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇതിനിടയ്ക്ക് കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമന്റ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കയറാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫോളോ ചെയ്യുന്നവരൊക്കെ ഫോളോ ചെയ്തു. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു പോകാം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ഹിഡൻ ഡീറ്റെയിൽസ് പറയാത്ത കാര്യങ്ങൾ ഇന്നത്തോടെ പറയാം. ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ അങ്ങ് വിടുക, അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അത് തന്നെ ഉള്ളൂ. നമ്മുടെ തലത്തിൽ പോലീസ് യൂണിഫോം ഇട്ട് കുറേ എണ്ണത്തിനെ വെട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, മറ്റേ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആ പുള്ളി പ്രസന്റില്ല, മറ്റേ കുട്ടിയുടെ ചെറുപ്പമൊക്കെ ആകുമ്പോൾ തലപ്പത്തി മറ്റു പാവമായിട്ട് ഒരുത്തനായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആ കൊച്ചുകുട്ടിയിൽ നിന്നും അമിതാഭ് ബച്ചൻ ആവുന്നവരെ നല്ല കെയറിങ്ങോടെ തലപതി വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ കുട്ടി കുറച്ച് വളർന്നു കഴിയുമ്പോൾ ആ കെയറിങ് മാറി ട്രെയിനിങ് ആവുന്നു. അവളൊരു പുലിയെ പോലെ വളർത്തണമെന്ന് ഒരു ഡയലോഗ് പറയുന്നതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പാസിൽ പുള്ളി അമ്മാതിരി ഡേഞ്ചറസ് ആയിരുന്നു. ആ പുള്ളി അവൾക്ക് വേണ്ടി ആയിരിക്കാം ഇങ്ങനെ നോർമലായിട്ട് ജീവിക്കുന്നത്. ചെറുപ്രായത്തിൽ വേണ്ട കെയറിങ് എല്ലാം കൊടുത്തിട്ട് നല്ലൊരു സ്നേഹത്തോടെ വളർത്തിയിട്ട് കുട്ടിക്ക് കുറച്ച് പക്വത എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പോലെ ആക്കാനാണ് വിജയ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ലിയോ എന്ന് വേണേൽ പറയാം. ഇനി ലിയോയുടെ റീമേക്ക് ഒന്നും അല്ല ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിരുന്ന ലിയോ എന്ന ആൾ ഫാമിലിക്ക് വേണ്ടി പാർത്ഥിവനായിട്ട് മാറി നോർമലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ കഥയിൽ. ഇതിനകത്തും അങ്ങനെയല്ലേ, പാസിൽ കുറേ ആൾക്കാരെ കൊന്നു തള്ളിയിട്ട് പുള്ളി ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ആയിരിക്കാം നോർമലായിട്ട് ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ ഒരു ഫാക്ടറിയോ ഗ്യാരേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ അവൾ അടി കൊണ്ട് ചുരുളുന്നുണ്ട്. അവളുടെ കൂടെ വന്നൊരുത്തിന് അവർ കൊന്നു തള്ളിയിട്ടുമുണ്ട്. ഈ കാര്യം നമ്മുടെ തലപതി അറിയുന്നു. ഇത്രയും കാലം മോക്ക് വേണ്ടി നോർമലായിട്ട് ജീവിച്ച് തൻ്റെ പാസ്റ്റൊന്നും നിമാർക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മുടെ പാർത്ഥിവൻ്റെ ഉള്ളിൽ നിന്ന് ലിയോ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരുന്ന പോലെ ആ ഒരു സീന് തൊട്ട് ഇത്ര നാളെ നോർമലായിട്ട് വരുന്നൊരു മനുഷ്യൻ പഴയതുള്ള ഡേഞ്ചറസ് ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ OM വില്ലൻ വരുന്നത്. OM എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു കൊടൂരമായിട്ടുള്ളൊരു വില്ലനാണ്. പല രാജ്യങ്ങളെ കീഴടക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യയാണ് കീഴടക്കാൻ വരുന്നത്. ഒരു ഡയലോഗ് OM ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇന്ത്യ എൻ്റെ കാലിൻ്റെ കീഴ് വെക്കാൻ പോകുന്നത്. പക്ഷെ പുള്ളിക്കറിയില്ലല്ലോ നമ്മുടെ അണ്ണ ഇവിടെയുള്ള കാര്യം. നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. സിനിമ കാണാൻ പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളവരുടെ റിവ്യൂ കാണുമ്പോഴായാലും നമ്മുടെ പാർത്ഥിവൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ലിയോ പുറത്ത് വരുന്നത് പോലെയാണ് ഇവിടെയും പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒന്നാമത് പുള്ളിയുടെ മോളയും തൊട്ട്. അപ്പോൾ പുള്ളി വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഈ OM ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അണ്ണൻ്റെ അണ്ണാക്കിലോട്ട് വന്ന് കയറാനായിരിക്കും ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഈ ഒരു സൈനിൽ കണ്ടില്ല, തലപതി എഴുന്നേക്കുമ്പോൾ തന്നെ അവരൊക്കെ പേടിച്ച് വരച്ച് മാറിപ്പോകുന്നുണ്ട്. അവിടെ തന്നെ ക്യാരക്ടറിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡെപ്ത് ഉള്ള ഒരു ഡേഞ്ചറസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇനി നമുക്ക് സിനിമയുടെ ഫസ്റ്റ് റിവ്യൂൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ സിനിമ ഫുൾ റീമേക്ക് ഒന്നും അല്ല. സിനിമ ഭഗവത് കേസിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ചെറിയൊരു പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ സിനിമ ഹോളിവുഡ് ലെവലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയണല്ല, വീഡിയോയിലുള്ളതുപോലെ ഞാൻ പറയാണ്. ഹോളിവുഡ് ലെവലിലാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. വിജയുടെ കരിയറിലെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഏറ്റവും കിട്ടില്ലായിട്ടുള്ള സിനിമ ഇതാണെന്നാണ് പറയുന്നത്. ഈ സിനിമ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് പോലും ഒട്ടും ലാഗ് അടിക്കാതെ സിനിമ കാണാൻ പറ്റിയെന്നാണ് പുള്ളി പറഞ്ഞത്. ജനനായകൻ അത്ര ഫ്ലോയിലാണ് പോകുന്നതെന്നും പുള്ളി ഒരു വട്ടം പോലും ഫോൺ പോലും യൂസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് സിനിമയുടെ കൂടെ വന്ന് ക്ലാഷ് വെച്ചാലും ജനനായകന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഇതുപോലൊരു സിനിമ വിജയ്ക്ക് കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമെന്ന് ഒരു സംശയമാണെന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ ചില സിനിമ കാണുമ്പോൾ എന്നടാ പണി വെച്ചെടുക്കുന്ന പറയത്തില്ലേ, അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയും. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ ഡിമാൻഡും കൂടി പുള്ളിയുടെ ഗ്രാഫ് വരും. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, വീഡിയോയിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞ.
ഇത് പുള്ളിയുടെ കാഴ്ചപ്പാടി പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്നതുമായിരിക്കാം. നമുക്ക് എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ് വേറെ ഇല്ലേ. അപ്പം നമുക്ക് സിനിമ ഇറങ്ങിയിട്ട് നോക്കാം. ഞാൻ ആ പറഞ്ഞ വീഡിയോ തന്നെ താടി ഇതൊക്കെ വരും, ഞാൻ പറഞ്ഞ കള്ളാണെന്നൊന്നും വിചാരിക്കേണ്ട. അതിന് മുമ്പ് ഇരുന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി വായോ. அப்புறம் இந்த படத்தை பார்த்துட்டாங்க. ஒரு சில பேர் இந்த படத்தை பார்த்துட்டாங்க. நான் அவங்கள்ட்டையும் பேசிட்டேன். அந்த கான்ஃபிடென்ட்டில் தான் உட்காந்து இங்கே நான் பேசிகிட்டு இருக்கேன். அந்த படம் பகவந்த் கேசரி படத்திலிருந்து ஒரு கொஞ்சம் போர்ஷன் தான் எடுத்திருக்கிறாங்க. பாக்கியெல்லாம் ஹஜ்ஜினத் பூந்து விளையாடி இருக்காரு அப்படின்னு சொல்கிறாங்க. உள்ளபடியே படம் ஒரு ஹாலிவுட் தரத்தில் இருக்குது. இதுக்கு முன்னாடி விஜய் எவ்வளோ படங்களில் நடிச்சிருக்கலாம். ஆனால் எல்லா படத்திலும் உச்சம் இதுதான்னு சொல்கிற அளவுக்கு இந்த படம் உருவாயிருக்குன்னு படம் பார்த்தவங்க சொல்கிறாங்க. அதாவது 3 மணி நேர படத்தை ஒரு நிமிஷம் கூட என்னால் இந்த பக்கம் அந்த பக்கம் நகரவே முடியல. அப்படி ஒரு பேக்கேஜான படமாக அது இருந்துச்சு. நான் ஃபோனை கூட கையில் எடுக்கலை அப்படின்னு சொல்கிறாங்க. ஸோ அந்த அளவுக்கு இந்த படம் அவ்வளோ விறுவிறுவிறுன்னு போகுது. நீங்கள் எத்தனை படம், பராசக்தி படமாகட்டும் அல்லது எத்தனை படம் வேணுனாலும் ஜனநாயகன் படத்துக்கு கூட மோதலாம். ஆனால் ஜனநாயகன் படம் மாதிரி ஒரு படம் விஜய்க்கு கூட கிடைக்காது, இனிமேல் அவர் நினச்சா கூட கிடைக்காதுன்னு சொல்கிற அளவுக்கு ஒரு படத்தை ஹெச்வினோத் எடுத்து வச்சுருக்கிறாராம். அந்த மனுஷன் என்னையா இப்படி ஒரு படத்தை எடுத்து வச்சுருக்கான்ட்டு அவர் ரொம்ப அந்த ஒருமையில் பேசும்போது ஒரு அன்பு இருக்கும்ல, ஒரு மிரட்டல் இருக்கும்ல, என்னடா இப்படி பண்ணி தொலைச்சிட்டான் இவன் அப்படின்ட்டு சொல்லுவோம்ல. ஸோ அந்த மாதிரி ஹெச்வினோத்துக்கு புகழாரம் சூட்டிக்கிட்டே இருக்காங்க. ஸோ அப்படி ஒரு படமாக ஜனநாயகன் வந்திருக்கிறதா படம் பார்த்தவர்கள் சொல்கிறாங்க. அதைத்தான் நான் இங்கே சொல்கிறேன். அதாவது ஒத்தையாக வந்தாலும் சரி, மொத்தமாக வந்தாலும் சரி, ஜனநாயகன் முன்னாடி நிற்கவே முடியாதுங்கிற அளவுக்கு தான் ஜனநாயகன் வந்திருக்குன்னு சொல்கிறாங்க. இப்போது பராசக்தி படத்தினுடைய ட்ரெய்லர் பார்த்த பிறகு அற்புதமாக இருக்குது. கட்டாயமாக அந்த படம் ஒரு பெரிய வெற்றி படமாக மாறும், அதில் ஒன்றும் சந்தேகம் இல்லை. ஆனால் அந்த ட்ரெய்லரை பார்த்துட்டு இது ஒன்றும் இல்லாமல் போயிடும்னு பல பேர் சொல்லிகிட்டு இருந்தாங்கல்ல, அதற்கெல்லாம் வாய்ப்பில்லை ராஜா, வாய்ப்பில்லைங்கிறாங்க. ஸோ அப்படி வந்திருக்கு தான் இந்த படம். இதில் சொல்வதற்கு பல விஷயங்கள் இருக்குது. ஸோ அதெல்லாம் நம்ம இங்கே படம் வருவதற்கு முன்னாடி வெளிப்படையாக சொல்ல முடியாது. பட் இருந்தாலும் விஜய் ரசிகர்கள் ரொம்ப கான்ஃபிடெண்ட்டாக இருங்க, கவலையே வேண்டாம். நான் ரொம்ப கான்ஃபிடெண்ட்டாக சொல்கிறேன். அதாவது காரணம் இல்லாமல் இப்படி ஒரு வீடியோவை நான் எப்போவுமே போட்டது கிடையாது. நம்மளும் யுகத்தின் பேரில் நல்லா இருக்காங்க அப்படின்ட்டு போயிடுவோம். ஆனால் நல்லா தான் இருக்குது, ரொம்ப ரொம்ப நல்லா இருக்குது. இதுக்கு முன்னாடி எத்தனை படம் வந்தாலும் இதை அடித்து காலி பண்ணணும்னு நான் சொல்கிறேன்னா அதில் ஒரு காரணம் இருக்குது. அதனால் சொல்கிறேன், விஜய் பாலிடிக்ஸுக்கு வந்த பிறகு பண்ண படம் இது. அப்போ இந்த படத்தினுடைய கதையையும் இந்த படத்தில் வர்ற வசனங்களையும் அவர் எவ்வளவு கவனமாக டீல் பண்ணியிருப்பாருங்கிறத நான் சொல்லி தெரிய வேண்டியதில்லை. அப்படி தான் படம் நெடுக அவர் வைத்திருக்கிற அரசியல் விமர்சனங்கள் அதெல்லாம் பொறி பறக்குது அப்படின்னு சொல்கிறாங்க. பல விஷயங்களை விஜய் டீல் பண்ணுறாரு. முக்கியமாக இந்த படத்தில் எம்ஜிஆர்லாம் வராருன்னு நான் ஏற்கனவே வலைப்பேச்சில் பேசியிருக்கேன். நான் ஆணையிட்டால் பாட்டு இதில் வருது. ஒரு சாட்டையை கையில் வச்சுட்டு நான் ஆணையிட்டால் பாட்டை கூட விஜய் பாடுறாரு அப்படிங்கிறதெல்லாம் நம்ம ஏற்கனவே சொல்லப்பட்ட தகவல். அதெல்லாம் இருக்கா அப்படின்னு திரும்ப கன்ஃபார்ம் பண்ணும்போது விஜயே அந்த பாட்டை பாடிட்டு வர்றாரு அப்படின்னு சொல்கிறாங்க. அப்புறம் படத்தில் தியேட்டர் தெரிக்கிற மாதிரி ஒரு டைலாக் இருக்குது. அதை இப்போ நான் சொல்ல விரும்பலை, நீங்கள் பாருங்கள். ஆனால் அந்த வார்த்தையை அவர் சொல்லும் பொழுது இவ்வளவு நாள் நினச்சிட்டு இருந்தாங்கல்ல, அவரை விஜய்க்கு எதிராக திருப்பி விட்டுடலாம், அவருடைய ரசிகர்கள் அத்தனை பேரும் விஜய்க்கு எதிராக நிற்பாங்க அப்படின்லாம் சொல்லியிருக்காங்கல்ல. ஒரு யூகத்திலேயே அவங்க அதெல்லாம் காய் நகர்த்துறாங்க. அதாவது விஜய்க்கு எதிராக அவரை எப்படியாவது திருப்பி விட்டுடணும்னு இங்கே ஒரு அரசியல் குரூப் வேலை செஞ்சிட்டு இருக்கு. ஆனால் அவர் எப்போதும் விஜய்க்கு எதிரானவர் இல்லைன்னு சொல்வது மாதிரி இந்த படத்தில் ஒரு விஷயம் ஒன்று இருக்குது. அதை விஜயே தன் வாயால் அந்த பேரை சொல்லும் பொழுது என்ன நடக்க போகுதுன்னு மட்டும் தியேட்டரில் பாருங்கள். கான்ஃபிடெண்ட்டாக இருங்க, வெற்றி நிச்சயம்.